എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. MS വേണുഗോപാൽ സാർ, നമസ്കാരം. സാർ, നമ്മൾ നെടുമ്പാങ്ങാട് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, പാർട്ടികൾ തമ്മിൽ അക്രമ രാഷ്ട്രീയം വെടിഞ്ഞിട്ടൊന്നുമില്ല, ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിനെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നെടുമ്പങ്ങാട് ഉണ്ടാവുന്നത്. SDPIയും CPM തമ്മിലുള്ള അക്രമം, വാഹനങ്ങൾ കത്തിച്ചു എന്നതിനേക്കാൾ ഉപരിയായ ഒരു മനുഷ്യനൊക്കെ ആപത്തുണ്ടാകുന്ന തരത്തിലേക്ക് പോയേക്കാമായിരുന്നു, അതുണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ അടക്കം പ്രശ്നം ആരംഭിച്ച് ഈ നിമിഷം വരെയും SDPI കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ ഒരു BJP-കാരനായിരുന്നെങ്കിൽ സ്വാഭാവികമായും BJPയെയും RSSനെയും അവരുടെ അച്ഛനപ്പൂപ്പന്മാരെ എല്ലാം എടുത്തുകൊണ്ട് വന്ന് വിമർശിക്കുന്ന ഒരു രീതി CPM-നുണ്ട്. പക്ഷേ SDPI എന്ന് പറയുന്ന ഒരു പാർട്ടിയെ അവിടെ ഇവിടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, എന്നാൽ പോലും സമാധാന അന്തരീക്ഷം തകർക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങളെ തൊട്ടാൽ തിരിച്ചടിക്കും എന്നുള്ള സ്ഥിരമായിട്ടുള്ള പല്ലവികൾക്കപ്പുറമായി SDPI എന്ന് പറയുന്ന പാർട്ടിയാണത് ചെയ്തതെന്നും SDPI മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്നോ പറയാനുള്ളൊരു നട്ടെല്ല് ഇവർക്ക് ഉണ്ടായിട്ടില്ല. താങ്കൾക്ക് എങ്ങനെ തോന്നിയിരുന്നു? അല്ല, CPM-ന് ഒരിക്കലും മുസ്ലിം തീവ്രവാദത്തെ അത്ര ശക്തമായിട്ട് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ കഴിയാറില്ല എന്നുള്ളതാണ്. അവർ അതിനെ മറിച്ച് വേറെ ഈ പാലങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ വെച്ചുകൊണ്ട് അതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അത് പാലസ്തീൻ വിഷയമെന്നോ ഗാസയെന്നോ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ ചിത്രം കാണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം എടുത്തിട്ട് അവരതിനെ കവർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ വർഗീയതയെ അവരൊരിക്കലും ഈ മുസ്ലിം വർഗീയത എന്നോ ഒരു രീതിയിൽ അവർ പറയാറില്ല. ഇപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം പ്രധാനപ്പെട്ടത് ഒരു ശക്തമായ വോട്ട് ബാങ്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലബാറിൽ, വടക്കോട്ടൊക്കെ വളരെ ശക്തമാണ്. അതുപോലെ തന്നെ അത് കുറേശ്ശെ വളർന്നു വന്ന് ഇപ്പം കേരളം മൊത്തം ഒരു വലിയ വോട്ട് ബാങ്ക് തന്നെയാണ് മുസ്ലിങ്ങളെന്ന് പറയുന്നത്. ഏതാണ്ട് 2011 സെൻസസ് പ്രകാരം തന്നെ 27% പോപ്പുലേഷൻ ഉണ്ട്. അത് വന്നാൽ തന്നെ ഏതാണ്ട് 90 ലക്ഷത്തോളം ആൾക്കാർ അവർ വരികയാണ്. ഏതാണ്ട് 1/3 എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അതിനേക്കാൾ കൂടിയിട്ടുണ്ട് പോപ്പുലേഷൻ, 35 ആയെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത സെൻസ് വന്നാലേ അറിയാമൊള്ളൂ. വലിയ തോതിൽ പോപ്പുലേഷൻ വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആൾക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്, വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ കാരണം ആ വോട്ട് ബാങ്കിനെ തൊടാൻ CPM-ന് ഭയമാണ്. അപ്പം അങ്ങനെ CPM-ന് ഒരു കാരണവശാലും ഈ മുസ്ലിം സമൂഹത്തിനെ പിണക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അവരുടെ പോളിസി. എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ട് ഒരു തവണയാണ് അങ്ങനെ ഉണ്ടായത്, 1987. അത് EMSൻ്റെ നേതൃത്വത്തിലാണ്. 83 നിലയ്ക്കൽ പ്രശ്നം ഉണ്ടാവുകയും ഒരു വലിയ വർഗീയ കലാപം പോലെ അത് രൂപപ്പെടുകയും അതിനുശേഷം നടന്ന 84 തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥി കേരളവർമ്മ ഏതാണ്ട് 1,10,000 വോട്ട് നേടുകയൊക്കെ ചെയ്തപ്പോൾ EMS ആണ് ഈ വർഗീയത പാടില്ല, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു പോളിസി കൊണ്ടുവന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ME രാഘവൻ അടക്കമുള്ളവർ ഈ ബദൽ രേഖ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുമായിട്ടും മറ്റ് ന്യൂനപക്ഷങ്ങളുമായിട്ടും കൂട്ടുകൂടണം എന്നുള്ളതാണ്. അപ്പോൾ ആ ലൈൻ അന്ന് മുതലേ ഏതാണ്ട് തുറന്നു വരികയാണ്. അത് EMSൻ്റെ ആ ഒരു പീരീഡിൽ മാത്രം ഏതാണ്ട് 92 വരെയൊക്കെ അത് നിന്ന് പറയാം. അതിനുശേഷം ആ ഒരു ആരെയും തൊട്ടുകൂടായിക, വർഗീയമായിട്ട് എല്ലാവരെയും അകറ്റി നിർത്തുക, എന്നിട്ട് ഒരു പ്രൊലറ്റേറിയൻ പാർട്ടികൾ മാത്രം, CPI, CPM, RSP ഇങ്ങനെയൊക്കെ ഉള്ളവർ മാത്രം നിൽക്കുക എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കക്ഷികൾ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ള രാഷ്ട്രീയം പാടെ കളയപ്പെട്ടു. എന്നിട്ട് പിന്നീട് വന്ന കാലങ്ങളിൽ, പ്രത്യേകിച്ച് പിണറായി വിജയൻ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തപ്പോൾ വളരെ ശക്തമായി മുസ്ലിങ്ങളെ സംഘടനയിലേക്ക് കൂടെ നിർത്താനും അങ്ങനെ മുസ്ലിം ലീഗിനെ തന്നെ പൊളിക്കാനും അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ജലീൽ ഉൾപ്പെടെ ഓരോരോ കാലഘട്ടങ്ങളിൽ 5ഉം 6ഉം MLA-മാർ അവിടെ നിന്ന് ചാടി വരികയും എന്നും ഒരു വിമതനെ കണ്ടെത്തി അവിടെ മത്സരിപ്പിക്കുകയും ഒരു 4-5 സീറ്റെങ്കിലും മലപ്പുറത്തൊക്കെ നേടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നതും മറ്റു പ്രദേശങ്ങളിൽ അങ്ങനെ ചെയ്യുകയും, അപ്പോൾ അവർക്ക് ഈ ഹിന്ദു വർഗീയതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ നേടുക എന്നുള്ള തന്ത്രമാണ് കുറേ നാളായിട്ട് നടന്നിരുന്നത്. ഇത് ഭംഗിയായിട്ട് നടന്നു. ഒരു 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പം ഇത് BJP ഈ കഥ ജനങ്ങളുടെ അടുത്ത് പറയാൻ തുടങ്ങുകയും ഹിന്ദു വോട്ടുകളിൽ ഒരു വിഭാഗം CPM-ൽ നിന്നവർ തന്നെ അവിടുന്ന് വിട്ടുപോവുകയും ചെയ്തതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ CPM-നേറ്റ വലിയ തിരിച്ചടിക്ക് കാരണം എന്നുള്ളത് അവർ പഠിച്ചു കഴിഞ്ഞു. അവരുടെ പഠനം അത് പൂർത്തിയാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി അങ്ങനെ തുടർന്നാൽ പറ്റില്ല,
ഇനി ഹിന്ദു വോട്ടുകൾ നമ്മുടെ ഇടയിൽ നിന്ന് പോകാതിരിക്കാൻ ശ്രമിക്കണം. കാരണം മെജോറിറ്റി വരുന്ന ഹിന്ദു വോട്ടുകളാണ്. അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബേസ് പോയി. ബേസിലുണ്ടെങ്കിലല്ലേ പിന്നെ ന്യൂനപക്ഷങ്ങളുടെയും മറ്റവരുടെയും മറിച്ചവരുടെയൊക്കെ വോട്ട് കയറ്റി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് സീറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ബേസ് വോട്ടുകൾ പോകാതിരിക്കാനുള്ളൊരു നയം അവരെടുക്കുകയുണ്ടായി. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഘം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും അവർക്കറിയാം ആ ഹിന്ദു വോട്ടുകൾ അങ്ങനെ നിൽക്കുമ്പോഴും പൂർണ്ണമായും മുസ്ലിം വോട്ടുകൾ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് ദോഷം ചെയ്യുന്നത്. അവർ നിലമ്പൂർ ഇലക്ഷനിലൊക്കെ അവർക്ക് മനസ്സിലായി, പാഠം മനസ്സിലായി. കാരണം നിലമ്പൂർ ഇലക്ഷനിൽ കോൺഗ്രസിനോടൊപ്പം മുസ്ലിം ലീഗ്, ജനമാഅത്തെ ഇസ്ലാമി, SDPI, പിന്നെ ജയിലിലുള്ളവരും ജയിലിന് പുറത്തുള്ളവരുമായ പലരും ഒക്കെ ചേർന്നാണ് ആ കൂട്ടുകെട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് വലിയൊരു ഭീഷണി തന്നെയാണ്. SDPI ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് CPM-നോട് വലിയ അനുകൂലമായൊരു നിലപാട് അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ നിലപാട് അവർ വിട്ടില്ല. 2022 നമുക്കറിയാം ഈരാറ്റുപേട്ടയിൽ പിന്നെ മുനിസിപ്പൽ കൗൺസിൽ ഇലക്ഷന് SDPI പിന്നെ CPM-ന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ഘടകം. അതുപോലെ തന്നെ പത്തനംതിട്ടയിലൊക്കെ പല പഞ്ചായത്തിലൂടെയൊക്കെ SDPI അനുകൂലിച്ചുകൊണ്ട് CPM-ന് ഭരണത്തിൽ വരാൻ കഴിയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ പലയിടത്തും അങ്ങനെ ചില സപ്പോർട്ടുകളൊക്കെ ഉണ്ടായി വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പിക്ചർ പൂർണ്ണമായും മാറിയിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ ഇലക്ഷന് ശേഷം വളരെയധികം ആ പിക്ചർ മാറിയിരിക്കുന്നു. ഇപ്പോൾ അവർ വളരെ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പിന്നെ അവിടെ ഒരു സംഘർഷം ഉണ്ടായത്. അതൊരു റോഡിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോൾ 6 മാസമായി പണി നടക്കുന്ന ഒരു റോഡാണ് പിന്നെ കരകുളം റോഡ് എന്ന് പറയുന്നത്. അതവിടെ ഒരു പള്ളിമുക്ക് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിയടുത്തേക്ക് പോകുന്ന റോഡ് അതിങ്ങനെ കാലാകാലങ്ങളായി പണി നടക്കാതെ മുടങ്ങി കിടക്കുകയായിരുന്നു. എന്തായാലും എഴഞ്ഞ് ആ പണി ഒന്ന് തീർന്നപ്പം CPM-കാർ അവിടെ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, വികസനത്തിൻ്റെ ഉത്തമ മാതൃക എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലക്സ് അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഇത് ഏതോ SDPI-കാരാണെന്ന് തോന്നുന്നു, അത് കത്തിച്ച് കളഞ്ഞു. അപ്പോൾ അവിടെ ഒരു സംഘർഷം ഉടലെടുത്തു. അപ്പോൾ ഇതിന് അവർ പരാതി പറയുന്നത് അവിടെ പിന്നെ CPM-ൻ്റെ ഒരു ജലീൽ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് സെക്രട്ടറി 25,000 രൂപയായിട്ട് അവിടെ ഒരു ഈ ബണ്ട് മതിലോ ഏതാണ്ട് കെട്ടുന്നതിന് റോഡിൻ്റെ സൈഡിൽ കോൺട്രാക്ടറിൽ നിന്ന് പൈസ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് പല ആരോപണങ്ങൾ അവിടെ നിൽക്കുകയാണ്. എല്ലാം പണവും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെ ഒക്കെ ഇവർ ചോദ്യം ചെയ്തു. അപ്പോൾ ആ സംഘർഷം അങ്ങനെ നിൽക്കവേ ഈ പിന്നെ ഇവർ വെച്ച ഫ്ലക്സ് വികസനത്തിൻ്റെ മാതൃക 6 മാസത്തെ കാലഘട്ടത്തിലെടുത്ത ഈ റോഡിൻ്റെ വികസനത്തിൻ്റെ മാതൃകയായിട്ട് കാണിച്ച ഫ്ലക്സിനെ SDPI-കാരാണെന്നാണ് ഇവർ പറയുന്നത്. അത് കത്തിച്ചു കളഞ്ഞു. എന്തായാലും SDPI പിള്ളേർക്ക് അടി കിട്ടി. അപ്പോൾ അതിൻ്റെ ബദലായിട്ട് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി, വേറൊരു മുല്ലക്കൽ ബ്രാഞ്ച് സെക്രട്ടറി ദീപു ദീപാവലിയുടെ തലേദിവസം മറ്റോ അവിടെ ഒരു കടയിലെങ്ങാണ്ട് വന്നപ്പം, ചായക്കടയിലോ അങ്ങാണ്ട് വന്നപ്പോഴാണെന്ന് തോന്നുന്നു, അവിടെ വെച്ച് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. അങ്ങനെ ആശുപത്രിയിലായി. അതോടുകൂടി പ്രശ്നം വളരെ വഷളായി. പിന്നെയാണ് DYFI-യുടെ SDPI-യുടെ സംസ്ഥാന ജില്ലാതല നേതാക്കളുടെ വീടിന് മുമ്പിലും കണ്ടിട്ടിരുന്ന ഒരു ആംബുലൻസ് ആരോ മുഖംമൂടി വെച്ച് കൊണ്ടുവന്ന് പിന്നെ ഗ്ലാസ് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് അറിയുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ ഗുരുതരമായിരിക്കുന്നു. എന്തായാലും അതിൻ്റെ അടുത്ത ദിവസം SDPI ആണെന്ന് പറയപ്പെടുന്നു അവരുടെ CPM-ൻ്റെ പിന്നെ ഒരു ആംബുലൻസ് കത്തിക്കുന്നു അവിടുത്തെ ജില്ലാ ആശുപത്രിയുടെ മുമ്പിലിട്ട്. ഇതോടുകൂടി വലിയ സംഘർഷമായി, ഭയങ്കര ബഹളമായി. ഇന്നും വലിയൊരു ജാഥ DYFI-യുടെ സ്ഥിരം മോഡലുള്ള പറയുന്നത് ആരെന്നറിയാമോ, സൂക്ഷിച്ചോളൂ, ഓർത്ത് കളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞൊരു ജാഥ ഭയങ്കര ഇതായിട്ട് വന്നു. എന്തായാലും പോലീസ് അവിടെ തടുത്തു. അത് പിന്നെ കുറേ പ്രസ്താവനയും ബഹളമൊക്കെ ആയിട്ട് തന്നെ അവസാനിച്ചു. ഇങ്ങനെയാണ് ഓരോ പിന്നെ ഈ നെടുമങ്ങാടത്തെ വിഷയം ഇപ്പോൾ നിൽക്കുന്നത്. അത് സംഘർഷം ഉണ്ടാകാതെ തീരണം എന്നൊക്കെ മന്ത്രിമാരൊക്കെ വന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോഴും അവിടെ ഒരു ടെൻസ്ഡ് സിറ്റുവേഷൻ നിലവിലുണ്ട്. എൻ്റെ പിന്നിലുള്ള കാരണം പലരും പറയുന്നത്, SDPI-കാർ പറയുന്നത് ഞങ്ങൾ അവിടുത്തെ ഒരു മണ്ഡലത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ഈ പള്ളി ഇരിക്കുന്ന ആ ഭാഗത്തെ മണ്ഡലമായിട്ടാണ്, അത് ഞങ്ങളാണ് പിടിച്ചടക്കുക എന്നുള്ളത് ഉറപ്പുണ്ട്. അപ്പോൾ അതിന് CPM-കാർ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നതാണെന്ന് അവർ പറയുന്നു. CPM-കാർ പറയുന്നത് അതല്ല, ഇവർ വെറുതെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അന്തർലീനമായൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ മുമ്പ് നിന്നിരുന്ന ആ ബാന്ധവം അവസാനിപ്പിച്ചു. സ്റ്റേറ്റ് മൊത്തമുള്ള ബാന്ധവം അവസാനിപ്പിച്ചു. പൂർണ്ണമായും UDF-ൻ്റെ അനുകൂലമായി നിൽക്കുന്നു. ഇപ്പോൾ UDF-ലേക്ക് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും എത്തിക്കുന്നതിൻ്റെ ഒരു ഏജൻ്റായിട്ട് നിൽക്കുന്നത് SDPI-ആണ്. മലപ്പുറത്തൊക്കെ മുസ്ലിം ലീഗും, മലപ്പുറത്ത് കോഴിക്കോട് മറ്റു കണ്ണൂരൊക്കെ മുസ്ലിം ലീഗാണ് അങ്ങനെ നിൽക്കുന്നതെങ്കിൽ, ഇവിടെ ഈ മറ്റ് പ്രദേശങ്ങളിൽ മധ്യ തിരുവിതാംകൂറിലും
മുസ്ലിം ലീഗിനേക്കാൾ ശക്തമായിട്ട് UDF ഈ മുസ്ലിം വോട്ടുകൾ എത്തിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നത് SDP ആണ്. അപ്പോൾ BJP-കാരൻ്റെ നിന്ന് മുസ്ലിം വോട്ടൊന്നും കിട്ടാനില്ല. കിട്ടാനുള്ളത് ആരുടെ നിന്നാണ്? CPM-ൻ്റെ നിന്നാണ്. അപ്പോൾ CPM-ൻ്റെ വോട്ടുകളിലേക്കാണ് അവർ കണ്ണുവച്ചിരിക്കുന്നത്. CPM-ൻ്റെ ആൾക്കാരെയാണ് അവർ കുറേശ്ശെയായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതാണ് ഈ ക്ലാഷിൻ്റെ കാരണം. ഇത് പലയിടത്തായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് വലിയ സംഘർഷത്തിലേക്ക് പോകും എന്നുള്ളത് സത്യമാണ്. ഇത് ഇരു പാർട്ടികളും പരസ്പരം ബോധ്യപ്പെട്ട് സംഘർഷമാകാതെ മറ്റു വിധത്തിൽ വോട്ട് ആർക്ക് ചോദിക്കുന്നതിനും കുഴപ്പമില്ല. ഇപ്പുറത്തോട്ടോ അപ്പുറത്തോട്ടോ ഒക്കെ മുസ്ലിമിൻ്റെ വോട്ടോ ഹിന്ദുവിൻ്റെ വോട്ടോ ഒക്കെ നമുക്ക് ചോദിക്കുകയോ പിടിച്ചു വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം കൊണ്ടോ സംഘർഷം കൊണ്ടോ ആകുമ്പോൾ അത് നമ്മുടെ സമാധാനം ഇപ്പം തന്നെ സമാധാനം അല്ലേ തന്നെ പോയി കിടക്കുകയാണ്. മനസ്സമാധാനം ഇല്ലല്ലോ. കേരളത്തിൽ മനസ്സമാധാനമില്ല. കാരണം എല്ലാത്തിനും ഏത് വിഷയം വന്നാലും ഇപ്പം ആശുപത്രിയിൽ പോയാൽ പോലും നമുക്ക് അവിടെ വിപ്ലവം കാണിച്ചാലേ നമുക്ക് പരിരക്ഷ കിട്ടുള്ളൂ, ചികിത്സ കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്രയും ഗതികേടാന്ന് നോക്കുക. സാർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ഏകീകരിക്കുന്നത് SDP-ക്ക് ഒരു നിർണായക പങ്കുണ്ട്. അത് പൂർണ്ണമായി UDF-ലേക്ക് പോകുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് CPM-ഉമായുള്ള ഈ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി. അങ്ങനെ നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് റിഫ്ലക്ട് ചെയ്യുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് CPM അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ തന്നെ നിൽക്കുന്നത്. കാരണം അവരുടെ കൂടെ നിൽക്കുന്ന അത്തരത്തിലുള്ള അണികൾ, പ്രത്യേകിച്ച് CPM-ൻ്റെ പല താഴെത്തട്ടിലെ മിഡിൽ ലെവലിലേക്ക് പല ഭാരവാഹികൾ മുസ്ലിങ്ങളാണ്. മുസ്ലിമിലെ നല്ല പ്രവർത്തകരാണ്. അവരൊക്കെ നല്ല ഊക്കോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ നഷ്ടപ്പെട്ടാൽ ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്ക് അത് നടുപടിയുന്ന പോലത്തെ ഒരു വലിയ ഭീഷണിയാവും. ഇപ്പുറത്ത് BJP കുറേ പേരെ പിടിക്കാനായിട്ട് അങ്ങനെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ഇവർ അറിഞ്ഞും അറിയാതെയും അങ്ങോട്ട് പോകുന്ന ലൈനുണ്ട്. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് CPM ഒരു വലിയ പ്രസ്ഥാനമാണ് കേരളത്തിൽ. കാരണം വോട്ടിൻ്റെ ഒരു കുത്തക അവരുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് അവർ ഏത് ഗതികെട്ട സാഹചര്യത്തിലും അവർക്ക് വലിയ വിജയമോ അല്ലെങ്കിൽ തീരെ മോശമായ പരാജയമോ ഉണ്ടാകാത്തത്. 4 ഉപതെരഞ്ഞെടുപ്പിലും അവർ തോറ്റെങ്കിലും അവരുടെ ബേസ്, അതാണ് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്, ഞങ്ങളുടെ ബേസ് ഒന്നും പോയിട്ടില്ല. ആ ബേസ് വോട്ടുകളിൽ അവർ നിൽക്കുകയാണ്. ആ ബേസ് വോട്ടുകളിൽ പിന്നെ കുറച്ചുകൂടെ പിടിച്ചാൽ മതി. അത് എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുകൾ കാണിച്ച് പിടിക്കാമെന്നുള്ളതാണ് അവരുടെ എപ്പോഴത്തെയും തന്ത്രം. മൂന്നാം ഊഴത്തിനും അവർ ശ്രമിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഒരു 30%, 35% ബേസ് വോട്ട് അവർക്കുണ്ട്. 35 ഒന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ ഒരുപാട് പോയി. എന്നാൽ ഒരു 30% അടുപ്പിച്ച് ബേസ് വോട്ടുകൾ ഉണ്ട്. ആ ബേസ് വോട്ടുകൾ അധികവും നിൽക്കുന്നത് ഈ ഒരു മതേതര മുഖം എന്ന് പറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇച്ചിരി തീവ്രമായിട്ട് നിൽക്കുന്ന കുറേ വിഭാഗങ്ങളാണ്. മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും ഹിന്ദു ആയാലും ഒക്കെ ഒരു വേറൊരു ഊർജ്ജത്തിലാണ് ഒരു പാർട്ടിക്കകത്ത് നിൽക്കുന്നത്. ആ ഒരു തീവ്രതയും. അപ്പോൾ അങ്ങനെയുള്ളവരെ പിടിച്ച് ഓരോരുത്തരും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അവർക്ക് പ്രശ്നമാണ്. CPM-ൽ നിന്ന് മുസ്ലിങ്ങൾ അങ്ങനെ പോവുക, ഹിന്ദുക്കൾ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. ഇപ്പോൾ കാസ വരുന്നു. കാസ അതും ഇതുപോലെയൊക്കെ പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ CPM-ൻ്റെ ബേസ് തകർക്കുമെന്ന് അവർക്ക് ഭയമുണ്ട്. ആ ബേസ് തകർന്നാൽ അവരുടെ കഥ വളരെ മോശമാവുകയും ചെയ്യും. കോൺഗ്രസിൻ്റെ അവസ്ഥയിലെത്തിപ്പോകും. അത് പക്ഷെ എപ്പോഴും സാറിന്റെ വാക്കുകളിൽ CPM ആണ് പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു പാർട്ടി എന്നൊരു ധ്വനിയുണ്ടോ? CPM പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവർ വർഗീയതയെ അവർക്ക് ഇഷ്ടത്തിനൊത്ത് കളിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മിടുക്കുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ വർഗീയ മുഖം എന്ന് പറയുന്നത് മുസ്ലിങ്ങളോടാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങളെ എതിർത്തുകൊണ്ടായിരിക്കും. അതെല്ലാം വോട്ട് ബേസ്ഡ് ആണ് എന്നുള്ളതാണ്. യഥാർത്ഥ ഒരു വർഗീയതയ്ക്കെതിരായുള്ള ഒരു മുഖം CPM ഒരിക്കലും എടുക്കാറില്ല എന്നുള്ളതാണ്. അതിപ്പം ഹിന്ദുക്കളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെയാണ്. അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത് എന്തിനാണ്? പറയുന്നത് മറ്റൊന്നാണെങ്കിലും അതിൻ്റെ പിന്നിൽ വേറൊരു അജണ്ടയുണ്ട്. അപ്പോൾ ആ അജണ്ട നിൽക്കുമ്പോൾ ശരിയായ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ലക്ഷ്യം, ഉള്ളിലെ ലക്ഷ്യവും പുറമേ ലക്ഷ്യവും ഒന്നാകുമ്പോഴാണ്. അതാണ് EMS-ൻ്റെ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത. EMS 87 കറക്റ്റായിട്ട് പറഞ്ഞു, ഇവിടെ ആരും വേണ്ട, മുസ്ലിമും വേണ്ട, ക്രിസ്ത്യാനിയും വേണ്ട, ഹിന്ദുവും വേണ്ട, മനുഷ്യൻ മതി. കർഷകൻ, തൊഴിലാളി, അധ്യാപകൻ, ഭാരം ചുമക്കുന്നവർ, മറ്റു വിധത്തിൽ വിദ്യാർത്ഥികൾ, മറ്റ് കോളേജിലെയും മറ്റും കലാലയങ്ങളിലേക്ക് സ്കോളേഴ്സ്, പ്രൊഫസർമാർ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ വിവിധ വിഭാഗങ്ങളെ നമ്മൾ യോജിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അത്തരത്തിലുള്ളവരുടെ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടുവന്നിട്ട് ആ മതേതരത്വ സമീപനം നമ്മൾ നിലനിർത്തണം. മത ചിന്തയെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ എല്ലാവരും പറഞ്ഞു EMS പറയുന്ന മണ്ടത്തരമാണ്, തോറ്റുപോകും 87. കാരണം
മുസ്ലിങ്ങളെയൊക്കെ വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു 8 കെട്ടാം 10 കെട്ടാം എന്ന് പറയുന്ന ഈ പിന്നെ പിന്നെ പോളിസി തന്നെ ശരിയല്ല. ഇതൊക്കെ പിന്നെ മുസ്ലിം മതാചാരങ്ങളിലുള്ള അനാവശ്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പച്ചയ്ക്ക് പറയുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ച് പോക്കാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏതെങ്കിലും മുസ്ലിം വോട്ട് ചെയ്യൂ, ഏതെങ്കിലും ഹിന്ദു വോട്ട് ചെയ്യൂ, അല്ല ഏതെങ്കിലും മറ്റ് വിഭാഗങ്ങൾ വോട്ട് ചെയ്യൂ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു കുഴപ്പം വന്നില്ല. അന്ന് 84 സീറ്റിനോ മറ്റോ പിന്നെ നിയമസഭയിൽ ഇ കെ നായനാർ മന്ത്രിസഭ വരികയും ചെയ്തു. ഈ കേരളം കണ്ട, എനിക്ക് അറിവ് വെച്ചതിന് ശേഷം ഈ അച്യുതമേനോൻ്റെ മന്ത്രിസഭ കഴിഞ്ഞിട്ട് കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രിസഭ അതായിരുന്നു. കറക്റ്റായിട്ടുള്ള ഭരണം, കറക്റ്റായിട്ടുള്ള പോളിസികൾ ഒക്കെ നടപ്പിലാക്കുന്നതിൽ ആ മന്ത്രിസഭ വലിയ പങ്ക് വഹിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇത് റിഫ്ലക്റ്റ് ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഇപ്പോൾ SDPIയും CPM-ഉം രണ്ട് വഴിക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇത് പഞ്ചതന്ത്രത്തിലൊരു കഥയുണ്ട്. രണ്ട് മാനുകൾ തമ്മിൽ ഇടികൂടുമ്പോൾ ചോര നക്കാൻ വരുന്ന കുറുക്കനെ പോലെ UDF ഇത് മുതലെടുക്കുമോ എന്നൊക്കെ വരും തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ അറിയാം. നമസ്കാരം.